ഹേ ഗായ്സ്, നമ്മളിന്ന് കോഴിക്കോടാണേ ഉള്ളത്. ഇവിടെ എത്തിയ കഥ പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കോഴിക്കോട് വരുന്നത്. ഞാൻ ഇതുവരെ കോഴിക്കോട് വന്നിട്ടില്ല, ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ട്രെയിനിൻ്റെ വഴിക്ക് പോയി, ട്രെയിൻ മിസ്സായി. പിന്നെ ഒന്നും പറയണ്ടല്ലോ, അടുത്തത് എന്ത് എന്ന ആലോചനയിലാണ് നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്ത് രാവിലെയുള്ള ഏതെങ്കിലും ട്രെയിൻ കയറി തിരിച്ചു പോകാനായി. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് ഒന്നും മിസ്സാക്കിയില്ല. ട്രൈ ഔട്ട് ചെയ്യാനുള്ള എല്ലാം ട്രൈ ഔട്ട് ചെയ്തു. ആദ്യം തന്നെ പോയി ട്രൈ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഐസ് തെരണ്ടി, അങ്ങനെയാണ് അതിന് പറയാൻ തോന്നുന്നത്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് കഴിച്ചു. ഞാൻ അവിടെ നിന്ന് നേരെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കല്ലുമ്മക്ക കഴിക്കാതെ കോഴിക്കോട് വന്നിങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കല്ലുമ്മക്കായും കൂടെ ഒരു കട്ടനും നിർത്തിയില്ല. കാടാമുട്ടയും കഴിച്ചു. ഒരു പ്ലേറ്റ് കാടാമുട്ടയും ഒറ്റയിരുപ്പിനെ തിന്ന് എടുത്തിട്ടുള്ള നിപ്പാണ്. അതും മതിയായില്ല കേട്ടോ. നേരെ പോയി ഉപ്പിലിട്ട് കഴിക്കാനായിട്ട്. അവിടെ എല്ലാം ഉണ്ടായിരുന്നു, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിനും ഓരോന്ന് വെച്ചാണ് കഴിച്ചത്. പിന്നെ നേരെ അവിടെ നിന്ന് ബീച്ചിലോട്ട്. വെള്ളം നമുക്ക് അലർജി ആണെങ്കിലും ബീച്ചിൽ വെള്ളത്തിലിറങ്ങാൻ ഒരു മടിയില്ല കേട്ടോ. ഇനി കഴിച്ചതിൻ്റെ ക്ഷീണം മുഴുവൻ വെള്ളത്തിൽ കളിച്ച് തീർന്നു. പിന്നെ വീണ്ടും വിശക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ പാരഗണിൽ പോയി ഒരു ബിരിയാണി കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് കിട്ടിയ ഓട്ടോ എടുത്ത് നേരെ വെച്ച് പിടിച്ചു പാരഗണിലോട്ട്. പക്ഷേ പാരഗൺ നമ്മളെ ചതിച്ചു കേട്ടോ. പാരഗണിലെത്തി വെയിറ്റ് ചെയ്ത് ക്യൂവിലെല്ലാം നിന്ന് ടേബിളിൽ ചെന്നിരുന്നപ്പോൾ അവർ പറഞ്ഞ് ബിരിയാണി തീർന്നത്. അങ്ങനെ ആകെ വിഷമായി പോയ പോലെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നു. ബിരിയാണി കിട്ടാത്തതിൽ നല്ല വിഷമമുണ്ടെങ്കിലും നമുക്ക് കിട്ടി കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.